DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങും. ഈ മാസം 30 വരെ ഓൺലൈനായി വിവരങ്ങൾ നൽകാം. 2 ഘട്ടങ്ങളിലായിട്ടാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുക. പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ അടുത്ത 15 ദിവസത്തേക്കാണ് അവസരമുണ്ടാവുക. പൊതുജനങ്ങൾക്ക് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് നടപടികളിൽ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. പ്രസ്തുത വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കുടുംബനാഥന്റെയോ നാഥയുടെയോ പേര്, 10 അക്ക മൊബൈൽ നമ്പർ എന്നിവ നൽകി വേണം രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാൻ. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബനാഥന്റെ പേരോ മൊബൈൽ നമ്പറോ പിന്നീട് മാറ്റാനോ മറ്റു കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനോ സാധിക്കില്ല. സെൻസസ് ഹൗസ് നമ്പർ, കുടുംബ നമ്പർ എന്നിവയൊഴികെ ചോദ്യാവലിയിലെ ബാക്കി ഭൂരിഭാഗം വിവരങ്ങളും ഡിജിറ്റലായി സ്വയം പൂരിപ്പിക്കേണ്ടതുണ്ട്. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴി sc.census.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുത്ത് ക്യാപ്ച കോഡ് നൽകണം. തുടർന്ന് ഫോണിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ലൊക്കേഷൻ വിവരങ്ങളായ ജില്ല, പിൻകോഡ്, വില്ലേജ്, ടൗൺ, വാർഡ് എന്നിവ നൽകി മാപ്പിലൂടെ താമസ സ്ഥലം സ്ഥിരീകരിക്കണം. വിവരങ്ങൾ തെറ്റുകൂടാതെ രേഖപ്പെടുത്താൻ പ്രിവ്യൂ സ്ക്രീൻ സൗകര്യമുണ്ട്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കി അന്തിമ സമർപ്പണം, അതായത് ഫൈനൽ സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താനാകില്ല. വിജയകരമായി സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന 11 അക്കങ്ങളുള്ള പ്രത്യേക SCID ഭാവി ആവശ്യങ്ങൾക്കായി സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അവ എഴുതിയെടുത്തോ സൂക്ഷിക്കേണ്ടതാണ്. പിന്നീട് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ പൊതുജനങ്ങൾ ഈ SCID അവരുമായി പങ്കുവയ്ക്കണം. വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ എന്യൂമറേറ്റർ അത് സ്ഥിരീകരിച്ച് സമർപ്പിക്കും. അല്ലാത്തപക്ഷം വിവരങ്ങൾ പുതുതായി ശേഖരിക്കുന്നതായിരിക്കും. വിവരശേഖരണത്തിനായി 61,282 എന്യൂമറേറ്റർമാരെയും ഇവരുടെ വിവരങ്ങൾ പുനഃപരിശോധിക്കുന്നതിനായി 10,181 സൂപ്പർവൈസർമാരെയുമാണ് സെൻസസ് നടപടികൾക്കായി വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് ഫോമിൽ പൂരിപ്പിക്കേണ്ടത്. ആദ്യഘട്ട സെൻസസിൽ ആകെ 34 ചോദ്യങ്ങളാണുള്ളത്. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്ററെ അറിയിക്കാനും അവസരമുണ്ടാകും. ഈ സെൻസസ് നടപടികളുടെ ഭാഗമായി അടഞ്ഞുകിടക്കുന്നതും പൂട്ടിയതുമായ വീടുകളുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ അധികൃതർ പ്രത്യേക ശ്രമം നടത്തുന്നുണ്ട്. ജൂലൈ 30 വരെ ഒന്നിലധികം തവണ എന്യൂമറേറ്റർമാർ ഇത്തരം വീടുകൾ സന്ദർശിക്കുകയും അയൽക്കാർ വഴിയോ ജനപ്രതിനിധികൾ വഴിയോ ഉടമസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴും ആളില്ലെങ്കിൽ മാത്രമേ വീട് അടഞ്ഞുകിടക്കുന്നതായി ബന്ധപ്പെടുത്തി വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ വഴി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. താമസത്തിനായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളെ ഏകദേശം 58,619 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. ഹോട്ടലുകളും ഹോസ്റ്റലുകളും അടക്കമുള്ളവ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠനാവശ്യങ്ങൾക്കോ ജോലിക്കോ വേണ്ടി ഹോസ്റ്റലുകളിലോ ലോഡ്ജുകളിലോ താമസിക്കുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവർ നിലവിൽ താമസിക്കുന്ന സ്ഥലത്താണ് കണക്കെടുക്കുക. സെൻസസ് നടക്കുന്ന സമയത്ത് നാട്ടിലില്ലാത്ത എന്നാൽ താൽക്കാലികമായി വിദേശത്ത് പോയ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കുടുംബനാഥന് ഈ ഫോമിൽ രേഖപ്പെടുത്താം. ഇതിലെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വയം കണക്കെടുക്കൽ ഒരു പ്രത്യേക സൗകര്യമാണ്. സ്വയം കണക്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് വിഷമിക്കേണ്ടതില്ല. എന്യൂമറേറ്റർ ഉറപ്പായും നിർദ്ദിഷ്ട കാലയളവിൽ നിങ്ങളുടെ വീടുകളിൽ എത്തുകയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.